അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ അധ്യാപകരെ, മറ്റ് സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഖബല അൻ യൻസരിഫ വയസ്നി റജുലഹു മിൻ സ്വലാത്തിൽ മഗ്രിബി വസ്സുബ്ഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്ക് മറ്റാരുമില്ല. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാകുന്നു. ലഹുൽ മുൽക്ക്, അവന് രാജാധിപത്യമുണ്ട്. വലഹുൽ ഹംദ്, അവനുള്ളതാകുന്നു സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവന് കഴിവുള്ളവനാകുന്നു. ആരെങ്കിലും ഒരാൾ സുബ്ഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും നമസ്കാരം കഴിഞ്ഞ ഉടനെ എണീറ്റ് പോകാതെ ആ ഇരുത്തത്തിൽ തന്നെ ആരെങ്കിലും ഒരാൾ 10 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ അവന് കിട്ടുന്ന നേട്ടങ്ങൾ, അവന് പ്രതിഫലം എഴുതപ്പെടുകയും ചെയ്യും. അവൻ്റെ ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്യും. അവൻ്റെ തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും. അവന് വിദ്വേഷത്തിൽ നിന്ന്, അവൻ്റെ ഓരോ ദേഷ്യത്തിൽ നിന്നും അവനൊരു സംരക്ഷണമുണ്ടാകും. അവന് പിശാചിൽ നിന്ന് അവനൊരു സംരക്ഷണമുണ്ടാകും. ഈ ഹദീസിൽ നൽകുന്ന നമുക്ക് പാഠം, ഈ ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവനായിരിക്കും ഏറ്റവും സൽപ്രവൃത്തിയിൽപ്പെട്ടവൻ. ഒരു പക്ഷേ ഇത് പറഞ്ഞതിൻ്റെ മേലായിരിക്കും നാം ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് ഈ ഹദീസിൻ്റെ പാഠം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിക്ർ ചൊല്ലുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ഇത് പതിവാക്കുക. നബിയുടെ തിരുസുന്നത്ത് അത് യഥാകർമ്മം പാലിച്ചുകൊണ്ട് ജീവിക്കുക. അതിൽ നിന്ന് ആദ്യം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.